Hello everyone, welcome back to my YouTube channel Daffodils. അപ്പോൾ കുറച്ച് ദിവസമായിട്ട് വീഡിയോ ഒന്നും അപ്ലോഡ് ചെയ്യാൻ പറ്റിയില്ല. ഈ വീഡിയോ കുറച്ച് ദിവസം മുന്നേ എനിക്ക് തോന്നുന്നു ചിങ്ങ ഒന്നിന് എടുത്തതായിരുന്നു. അമ്പലത്തിൽ പോയിട്ട് വന്നിട്ട് തിരിച്ച് വേറൊരു വഴിയിലോട്ട് നമ്മൾ പോകുന്നെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നിങ്ങൾ ഓർക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. അപ്പോൾ ആ ഒരു വീഡിയോയുടെ ബാക്കി സെക്കൻഡ് പാർട്ടാണ്. അപ്പം നമ്മളിപ്പോൾ പോകുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി കാണും, ഇത് ട്രിവാൻഡ്രം ലുലു മോളാണ്. അപ്പം കുറച്ച് ഷോപ്പിംഗ് ഉണ്ടായിരുന്നു. അങ്ങനെ ലുലു മോളിൽ ഞാനും മോളും കൂടെ വന്നതാണ്. കുറച്ച് അധികം ഷോപ്പിങ്സ്, ഓണത്തിൻ്റെ ഷോപ്പിംഗ് അല്ലാതെ മോളുടെ കുറച്ച് കാര്യങ്ങൾ, പിന്നെ എനിക്ക് ചെറുതായിട്ടൊരു കുട്ടി ഷോപ്പിംഗ്, അങ്ങനെ ലുലു മോളിൽ വന്നതാണ്. വളരെ തിരക്കൊന്നും ഇല്ലായിരുന്നു, എങ്കിലും ഷോപ്പിംഗ് ലൈക്ക് ഹൈപ്പർ മാർക്കറ്റിൽ നല്ല തിരക്കായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ ആദ്യം അവിടെ കയറിയില്ല. ആദ്യം നമ്മൾ കുറച്ച് വേറെ സ്ഥലങ്ങളൊക്കെ നോക്കി 1-2 ഡ്രസ്സ് എടുക്കാമെന്ന് വെച്ചു. അങ്ങനെ നമ്മൾ ആദ്യമേ സുഡിയോയിലോട്ടാണ് കയറുന്നത്. സുഡിയോ ഒന്ന് അച്ചൂസിന് 1-2 ഡ്രസ്സ് എടുക്കണമായിരുന്നു. അങ്ങനെ സുഡിയോയിൽ വന്നു. സുഡിയോയിൽ അത്യാവശ്യം കുറച്ച് തിരക്കായിരുന്നു, കാരണം സെയിൽ നടക്കുമായിരുന്നു സുഡിയോയിൽ. അത് കാരണം അത്യാവശ്യം കുറച്ച് തിരക്കുകളായിരുന്നു. അപ്പോൾ മോൾക്ക് വേണ്ടിയിട്ട് ഡ്രസ്സ് എടുക്കാൻ വന്നിട്ട് അവൾക്ക് കൂടുതലും ജീൻസ് ടോപ്പൊക്കെയാണ് ഇടുന്നത്. അവൾ സ്കേർട്ട് ഫ്രോക്കൊക്കെ കുറച്ച് ഇപ്പം നിർത്തി വെച്ചിട്ടുണ്ടായിരുന്നു, പണ്ട് അങ്ങനെ ഇടുമായിരുന്നു. എങ്കിലും ഞാൻ ജീൻസും ഒരു ടോപ്പും കൂടെ ആയിട്ട് നോക്കാനായിട്ട് പ്ലാൻ ചെയ്തു. അപ്പോൾ അവൾക്ക് ഇങ്ങനത്തെ ടീഷർട്ട്സൊന്നും വലിയ താല്പര്യമില്ല, എങ്കിലും ഞാൻ വിചാരിച്ചു ഒരു പ്രത്യേകതയുള്ളൊരു ടീഷർട്ട്, ഇങ്ങനെ കോളർ ടീഷർട്ട്സ് അവൾ അങ്ങനെ ഇട്ടിട്ടില്ല. അപ്പം ഞാൻ വിചാരിച്ചു ഇതൊന്ന് നോക്കാമെന്ന്. പിന്നെ അതങ്ങനെ എടുത്തു. പിന്നെ ഒരു ഫ്രോക്ക് കൂടെ ആവാമെന്ന് വെച്ചിട്ട് ഞാൻ ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിൽ 2-3 സെഷൻ കണ്ടു. അപ്പോൾ അത് വേണോ ഇത് വേണോ എന്ന് തിരക്കി അവസാനം അവൾക്ക് ഇതാണ് ഇഷ്ടപ്പെട്ടത്. അപ്പം നമ്മളിത് രണ്ടും എടുത്തു. അത് കഴിഞ്ഞിട്ട് നോക്കിയപ്പോൾ എനിക്കൊരു ഫ്രോക്ക് മെറ്റീരിയൽ പോലത്തെ സംഭവം ഉണ്ടായിരുന്നു. ഇപ്പോൾ വളരെ അധികവും ഇല്ലെങ്കിൽ കൂടിയും ഇത് കൊള്ളാമെന്ന് തോന്നി. ഞാൻ ട്രയൽ ചെയ്ത് നോക്കിയില്ല, ഒരു ഐഡിയ വെച്ചിട്ട് അത് എനിക്ക് ഇഷ്ടപ്പെട്ടു. അത് ഇഷ്ടപ്പെട്ടു, എടുത്തു. പിന്നെ വേറെ 1-2 അടുത്ത് കയറേണ്ടതുകൊണ്ട് പെട്ടെന്ന് ബില്ലിങ് ചെയ്യാമെന്ന് വിചാരിച്ചു. ബില്ലിങ്ങിൽ ഒരുപാട് ആൾക്കാരില്ലായിരുന്നു, എങ്കിലും കുറച്ച് നേരം നമുക്കവിടെ വെയിറ്റ് ചെയ്യേണ്ടി വന്നു. അങ്ങനെ ബില്ലിങ്ങൊക്കെ നടത്തി. അവൾക്കും ചൂസിന് 1-2 ഡ്രസ്സും പിന്നെ എൻ്റെ ഒരു ഡ്രസ്സും അവിടെ നിന്ന് നമ്മൾ സ്റ്റുഡിയോന്ന് എടുത്തോളൂ. കാരണം അവൾക്കൊരു ജീൻസ് എടുക്കണമായിരുന്നു. വേറെ ഒരു ടോപ്പ് എനിക്ക് വളരെയധികം അത്ര ഇഷ്ടപ്പെട്ടില്ല. കൂടുതൽ എന്തോ സെയിൽ നടക്കുന്നതുകൊണ്ടും തിരക്കൊക്കെ ഉണ്ടായിട്ടുണ്ടെന്ന് തോന്നുന്നു. കുട്ടികൾക്ക് കൂടുതൽ ഓപ്ഷൻസ് ഇല്ല സ്റ്റുഡിയോയിൽ ആക്ച്വലി. അതുകൊണ്ട് തന്നെ 2 ടോപ്പും ഇത് വാങ്ങിയിട്ടുള്ളൂ. എനിക്കൊരു ഡ്രസ്സ് വാങ്ങിയുള്ളൂ. അങ്ങനെ ബില്ലിങ്ങൊക്കെ കഴിഞ്ഞു. നമ്മൾ ഇനി അടുത്ത് എവിടെ പോകാമെന്ന് നോക്കി. അവൾക്ക് ജീൻസ് മേടിക്കണമായിരുന്നു. അങ്ങനെ ഞങ്ങൾ മാക്സിലോട്ട് പോയി. ചൂസിന് കൂടുതൽ മാക്സിൽ നിന്നാണ് ഞാൻ ഷോപ്പിംഗ് ചെയ്യാറുള്ളത്. കൊല്ലത്തായാലും ഷോപ്പിംഗ് ഞാൻ മാക്സിൽ നിന്നാണ് കൂടുതലും ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നോക്കിയപ്പോൾ അത്യാവശ്യം കുറച്ച് നല്ല ഡ്രസ്സൊക്കെ കണ്ടു. എങ്കിലും ഒരു ജീൻസ് വാങ്ങണമായിരുന്നു, ഒരു ടോപ്പ് കൂടെ വാങ്ങുന്നിട്ട് അത് തിരക്കി നടക്കുവാണ്. എനിക്കിവിടെ കുറച്ചും കൂടെ ഓപ്ഷൻസ് ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ നോക്കി വന്നിട്ട് അവൾക്ക് നോക്കി ഞാനാണ് അവസാനം ടോപ്പ് നോക്കാൻ വന്നത്. എനിക്ക് യെല്ലോ ഇഷ്ടപ്പെട്ടു, പക്ഷേ അമ്മയ്ക്ക് യെല്ലോ ഓൾറെഡി ഉണ്ടല്ലോ, ഇനി അത് വേണ്ടാന്ന് പറഞ്ഞിട്ട് എന്നെ നിരുത്സാഹപ്പെടുത്തി. അങ്ങനെ ഞാൻ ആ യെല്ലോ ടോപ്പിന് ഒരു കൊള്ളായിരുന്നു എൻ്റെ ഡിസൈൻ. അതിന് പകരം ഞാൻ വേറൊരു ടോപ്പാണ് എടുത്തത്. പിന്നെ ഇനി അച്ചൂസിന് ജീൻസ് നോക്കുവാണ്. എനിക്ക് എൻ്റെ ഫിറ്റിംഗ് ഒന്നും ഇഷ്ടപ്പെട്ടില്ല. അവൾക്കാണെങ്കിൽ ബാഗി ജീൻസാണ് വേണ്ടത്. അതുകൊണ്ട് ഈ ടോപ്പാണ് കേട്ടോ ഞാൻ അവസാനം ഫൈനലൈസ് ചെയ്തത്, ഈ പേർപ്പിൾ വൺ. ഇപ്പോൾ ഇനി അവൾക്ക് ഒരു ജീൻസ് നമ്മൾ നോക്കി പോയി കഴിഞ്ഞിട്ട് അവൾക്ക് ബർത്ത്ഡേക്ക് ഇടാൻ വേണ്ടിയിട്ടൊരു ഷൂസ് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം അതാണ് ഇവിടുന്ന് നമ്മൾ നോക്കിയത്. അപ്പം ഞാൻ ഏതാ മേടിച്ചതെന്ന് കാണിച്ചു തരാമേ. ബർത്ത്ഡേ കഴിഞ്ഞു, ഓഗസ്റ്റ് 21 ഞാൻ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ ലേറ്റ് ആയതുകൊണ്ടാണ്. കണ്ടോ, അവൾക്ക് മാച്ചിങ് ആയിട്ടുള്ള ഇയറിങ്സ് നോക്കിയതാണ്. അവൾ അങ്ങനെ കൂടുതലും എപ്പോഴും ഗോൾഡാണ് യൂസ് ചെയ്യുന്നത്, ബിക്കോസ് കാത് പഴുക്കും. അത് കാരണം അങ്ങനെ ആർട്ടിഫിഷ്യൽ അങ്ങനെ വാങ്ങാറില്ല. പിന്നെ ബർത്ത്ഡേയുടെ ഒരു ദിവസം ഇടാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ അവസാനം ഫൈനലി അവൾക്കൊരു സൈസ് കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു സൈസ് പിങ്ക് ഷൂസാണ് വാങ്ങിയത്. അവളുടെ പിങ്ക് ഡ്രസ്സാണ്, അതുകൊണ്ട് പിങ്ക് അവളുടെ സൈസ് കിട്ടുന്നില്ലായിരുന്നു. അങ്ങനെ കുറേ തിരക്കി തപ്പി എടുത്തതാണ് ഈ പിങ്ക് വൺ.
പിന്നെ നോക്കാൻ നേരത്തെ ഇത് ആക്ച്വലി പ്ലാൻഡ് അല്ലായിരുന്നു, എങ്കിലും ഞാൻ നോക്കാൻ നേരത്തെ നല്ലൊരു ബാഗ്. ഇത് ഈ ബ്ലാക്ക് കണ്ടോ, എനിക്കിഷ്ടപ്പെട്ടു. ഈ ബ്ലാക്ക് ഒരു ഡിഫറെൻറ്റ്, പക്ഷേ എനിക്ക് പെട്ടെന്ന് ചീത്തയാവുമോ എന്നൊരു സംശയം അതിൻ്റെ ഔട്ടർ ഏരിയ ആ മെറ്റീരിയൽ കണ്ടിട്ട്. അപ്പോൾ ഒരു കൺഫ്യൂഷൻ, ഈ ബ്ലാക്ക് വേണോ അതോ വേറെ ഏതെങ്കിലും എടുക്കണോ. ആ വൈറ്റിലും ബ്ലാക്കിലും ഒരു കൺഫ്യൂഷൻ. അങ്ങനെ അവൾക്ക് ചോദിച്ചു. അങ്ങനെ അവസാനം ബ്ലാക്ക് എടുക്കാമെന്ന് വിചാരിച്ചു. ബിക്കോസ് വൈറ്റ് മെറ്റീരിയൽ വേറെയാണ്, പിന്നെ പെട്ടെന്ന് അഴുക്കാവുമല്ലോ എന്നൊക്കെ വിചാരിച്ചു. ഞാൻ അവസാനം ബ്ലാക്കാണ് ഫൈനലൈസ് ചെയ്തത്. നമ്മുടെ പ്ലാനിങ്ങിൽ ഇല്ലായിരുന്നു കേട്ടോ ഈ ബാഗിൻ്റെ ഒരിത്. പിന്നെ അവിടെ കണ്ടപ്പം ഗേൾസ് അല്ലേ, ഷോപ്പിംഗ് കണ്ടു കഴിഞ്ഞാൽ ലേഡീസിന് വളരെ ഒരു പ്രശ്നമാണ്. അങ്ങനെ ഞാൻ അത് എടുത്തതാണ്. റേറ്റൊക്കെ നോക്കുവാണ്, അത്യാവശ്യം വലിയ റേറ്റും ഇല്ലായിരുന്നു, ഓക്കെയാണ്. ബിക്കോസ് നല്ല സ്പേഷ്യസ് ആയിരുന്നു ആ ബാഗ്. ഇതെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ചും കൂടെ 1-2 ഇടത്തും കൂടെ കയറിയിട്ടുണ്ടായിരുന്നു. പാൻറ്റലൂൺസിലൊക്കെ കയറി ഞാൻ അവർക്കൊരു ജീൻസ് വാങ്ങിയായിരുന്നു, അതെടുക്കാൻ ഞാൻ വിട്ടുപോയി വീഡിയോ. അത് കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ചുകൂടെ സാധനം എനിക്ക് മേടിക്കണമായിരുന്നു. അങ്ങനെ ഞങ്ങൾ ലുലു ഹൈപ്പർ മാർക്കറ്റിലോട്ട് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ മോള് തൻ്റെ ലഗേജൊക്കെ കൊണ്ട് അവിടെ വെക്കാൻ പോവുകയാണ്. കൗണ്ടറിൽ വെച്ചിട്ട് അതിലോട്ട് പോകാമെന്നാണ് വിചാരിച്ചത്. അങ്ങനെ നമ്മൾ കുറച്ച് അവളുടെ ബർത്ത്ഡേക്കിടെ കാര്യങ്ങളൊക്കെ മേടിക്കണമായിരുന്നു. അങ്ങനെയാണ് അതിനകത്തോട്ട് കയറിയത്. അപ്പോൾ ഇനിയിപ്പോൾ കുറച്ച് സാധനങ്ങളൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ട്രോളി നോക്കുവാണ്. ട്രോളി തപ്പി ഞാൻ പറഞ്ഞു വലുതെടുക്കണ്ട, കുഞ്ഞു സാധനം കുറച്ച് സാധനമേ ഉള്ളൂ, അപ്പോൾ ചെറുതെടുത്താൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ അവൾ ട്രോളിയൊക്കെ തപ്പി ഇങ്ങനെ നടക്കുവാണ്. ഇതൊക്കെ അങ്ങനെ ഗ്രീൻ എടുത്തുകൊണ്ട് പോയി കേട്ടോ. ഗ്രീൻ എടുത്തു. ആദ്യം റെഡ് ആയിരുന്നു എടുത്തത്, പക്ഷേ റെഡ് എടുത്തപ്പോഴത്തേന് അതിൻ്റെ വീല് കറക്റ്റ് അല്ലാതെ പറഞ്ഞാൽ അത് കൊണ്ട് മാറ്റി വെച്ചിട്ട് അവൾ ഗ്രീനുമായിട്ട് പോവുകയാണ്. അവൾക്ക് ഇങ്ങനെയൊക്കെയുള്ള കാര്യം ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്. അപ്പോൾ നമ്മൾ ആദ്യം വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കൊരു ഷാമ്പു വേണമായിരുന്നു. അപ്പം ഞാൻ മൈൽഡായിട്ടുള്ള ഷാമ്പൂസാണ് യൂസ് ചെയ്യുന്നത്. അങ്ങനെ ഞാനിതിൻ്റെ ഒരു ഷാമ്പു യൂസ് ചെയ്യുന്നത് തന്നെ അത് വാങ്ങി. അത് കഴിഞ്ഞിട്ട് 1-2 സാധനങ്ങളും കൂടെ ഇവിടെ നിന്ന് വാങ്ങണമായിരുന്നു. എനിക്ക് നല്ല ഡ്രൈനെസ് ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞില്ല കുറച്ച് ദിവസമായിട്ട് എനിക്ക് മുഖത്തൊക്കെ ഒരു അലർജി ആയിട്ട് വന്ന കാരണം ഒരു ഡ്രൈനെസ് മുഖത്തൊക്കെ ഉണ്ട്, ബോഡിയിലും മുഖത്തൊക്കെ ഉണ്ടായതുകൊണ്ട് ഒരു മോയ്സ്ചറൈസിങ് ക്രീം തപ്പി നടക്കുവാണ്. അത് കറക്റ്റായിട്ടുള്ളത് എനിക്ക് കുറച്ച് ഇങ്ങനെ ക്രീമി ആയിട്ടുള്ള മുഖമൊന്നും ഇരിക്കുന്നത്, മുഖത്തൊന്നും കൂടുതൽ അപ്ലൈ ചെയ്യുന്നത് എനിക്ക് ഇഷ്ടമല്ല. അപ്പോൾ പോൺസിൻ്റെ ആകുമ്പോഴത്തേന് വളരെ ലൈറ്റാണ്, ഓയിലി ഫിനിഷിങ് വരില്ല. അപ്പോൾ അതൊരു ചെറുതെടുത്തതാണ്, പക്ഷേ അതിൻ്റെ വലുതെടുത്തിട്ട് സോഫ്റ്റാണ്. ഇത് ഞാൻ യൂസ് ചെയ്തിട്ടില്ല, അതുകൊണ്ട് തന്നെ അങ്ങ് മാറ്റി വെച്ചു. അത് വേണ്ടാന്ന് വിചാരിച്ചു. പിന്നെ ചെറിയൊരു പോൺസിൻ്റെ ആണ് അവസാനം ഒന്നും എടുത്തത്, കാരണം ട്രാവലൊക്കെ ചെയ്യുമ്പോൾ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ്. എൻ്റെ മുഖത്തൊരു നല്ല ഡ്രൈനെസ് ഇടയ്ക്കിടയ്ക്ക് വരുന്നുണ്ടായിരുന്നു, അത് കാരണം ട്രാവലിങ്ങിന് വേണ്ടിയിട്ടാണ് അതെടുത്തത്. അങ്ങനെ പിന്നെ കുറേ കാര്യങ്ങളൊക്കെ, നമുക്ക് ഷാമ്പൂസ് ഒന്നും വേണ്ടായിരുന്നു, ഓൾറെഡി ഞാനൊരു ഷാമ്പൂ എടുത്തു, അതുകൊണ്ട് അതൊന്നും വാങ്ങിയില്ല. അത് കഴിഞ്ഞിട്ട് ഞാൻ എടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കൊരു ബോഡി ലോഷൻ വേണമായിരുന്നു. അങ്ങനെ കുറേ നിവ്യയുടെ ഞാൻ അങ്ങനെ വേറൊരെണ്ണം അലോവേര യൂസ് ചെയ്തിട്ടുണ്ട്, ഒരു ഡിഫറെൻ്റ് ആയിട്ടിക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഇത് എടുത്തത്, നിവ്യയുടെ ബോഡി ലോഷൻ. ഞാൻ ഈ വാസലിനൊക്കെ യൂസ് ചെയ്തിട്ടുണ്ട്, പിന്നെ ഭയങ്കര ഡ്രൈനെസ്സിനകത്തൊന്നും ഇത് വർക്ക് ചെയ്യത്തില്ല. കുറച്ച് കഴിയുമ്പോഴത്തേനും പിന്നെ അഗെയിൻ ആ ഡ്രൈനെസ് വരും. അതുകൊണ്ടാണ് നിവ്യയുടെ ഒന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ അവർക്ക് സ്കൂളിൽ സ്വീറ്റ്സ് കൊടുത്തുവിടാമെന്നുണ്ട്. കഴിഞ്ഞ വർഷം വരെ കുഴപ്പമൊന്നുമില്ലായിരുന്നു, സ്വീറ്റ്സ് കൊടുത്തുകൊണ്ടിരുന്നതാണ് ബർത്ത്ഡേക്ക്. പക്ഷേ ഇപ്പോൾ അവിടെ ഇങ്ങനെ കുട്ടികളുടെയൊക്കെ ഡ്രഗ്സിൻ്റെയൊക്കെ ഓരോ പ്രോബ്ലംസൊക്കെ ഇപ്പോൾ നടക്കുന്നുണ്ടല്ലോ സ്കൂളിലൊക്കെ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ അവിടെ ചോക്ലേറ്റ്സിന് പകരം വേറെ എന്ത് വേണമെങ്കിലും കൊടുക്കുക. അങ്ങനെ നമ്മൾ പെന്നാണ് സെലക്ട് ചെയ്തത്. അവളുടെ ക്ലാസ്സിൽ അറൗണ്ട് 48 കുട്ടികളുണ്ട്, നമ്മൾ പെന്നാണ് സെലക്ട് ചെയ്തത്. അത് കഴിഞ്ഞിട്ട് പിന്നെ സ്കൂൾ ബസ്സിൽ കൊടുക്കാൻ വേണ്ടിയിട്ട്, സ്കൂൾ ബസ്സിൽ പിന്നെ കുഴപ്പമൊന്നുമില്ല, അത് കാരണം സ്വീറ്റ്സ് കൊടുക്കുക. അങ്ങനെ ഒരു ചെറിയൊരു പാക്കറ്റ് അറൗണ്ട് 50 വേണം സ്കൂൾ ബസ്സിലേക്ക്. അങ്ങനെ നമ്മളൊരു എക്ലെയേഴ്സാണ് സ്കൂൾ ബസ്സിലേക്ക് വേണ്ടിയിട്ട് ഒരു പാക്കറ്റ് വാങ്ങിയത്. അറൗണ്ട് 100ൻ്റെ അടുത്തേ ഉള്ളായിരുന്നു, അതിൽ കുറഞ്ഞിട്ടുള്ള പാക്കറ്റ് അവിടെ ഇല്ലായിരുന്നു. അങ്ങനെ അത് നമ്മൾ എടുത്തു. പിന്നെ ബില്ലിങ്ങിന് വന്നു, ബില്ലിങ്ങൊക്കെ ചെയ്തിട്ട് നമ്മൾ റിട്ടേൺ പോവുകയാണ്. അപ്പോൾ ഇതൊക്കെയായിരുന്നു ഇന്നത്തെ വിശേഷം. Okay, see you. Ta-ta. Bye-bye.